ഹായ് എവരിവൺ, ഞാൻ ഗ്യാരി ഷാരൂഖ്. പുഷ്പ 2 റിലീസായതോടുകൂടി ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച വൻവർ സിംഗ് ഷിഖാവത്ത് എന്ന കഥാപാത്രത്തെ പറ്റിയിട്ടാണ് ഇപ്പോഴത്തെ ചർച്ച. ഫഹദിനെ പോലൊരു താരം ഒരിക്കലും ചെയ്യേണ്ട വേഷമല്ല. ഫഹദ് എന്ന നടന് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്ട് ഒന്നും കൊടുക്കാത്ത വേഷമാണ്. ഇതിലും നല്ല വേഷങ്ങൾ അന്യഭാഷയിൽ മലയാള താരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പൊ ഈ ഒരു അവസരത്തിൽ മലയാളത്തിലെ നമ്മുടെ താരങ്ങൾ അന്യഭാഷയിൽ പോയി അഭിനയിച്ചിട്ടുള്ള വേഷങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നായകനായി തന്നെ അന്യഭാഷകളിൽ പോയി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള താരങ്ങൾ നമുക്കുണ്ട്. മക്കളാച്ചി, ആനന്ദം, മറുമലർച്ചി, അഴകൻ പോലെ തമിഴ് സിനിമകളിൽ പോയി നായകനായി ഒരുപാട് വിജയങ്ങളുള്ള ആളാണ് സാക്ഷാൽ മമ്മൂട്ടി. சந்தையில பாம்பு கடிக்க வந்தப்ப நான் காப்பாத்தினதை தப்பா புரிஞ்சுக்கிட்டு அழுதாளே, அது இவ தப்பு. அவன் பேச்ச கிட்டுக்கிட்டு அங்க என்ன நடந்தது ஏது நடந்தது ஒரு வார்த்தை கூட கேட்காம எனக்கே தெரியாம ஊரே வந்துருச்சாங்களே, அது இவங்க தப்பு. இவ தப்பு பண்ணிருக்கான், நீ தப்பு பண்ணிருக்க, அவன் தப்பு பண்ணிருக்கான், இவங்க எல்லாரும் தப்பு பண்ணிருக்காங்க. நான் என்ன தப்பு? മമ്മൂട്ടിയെ പോലെ തന്നെ തമിഴ് സിനിമയിൽ നായകനായി അഭിനയിച്ച ഒരുപാട് വിജയങ്ങളുള്ള മറ്റൊരു നടനാണ് ജയറാം. പുരുഷലക്ഷണം, ഗോകുലം, മുറൈ മാമനൊക്കെയാണ് ഈ ചിത്രങ്ങളിലെ പ്രധാന വിജയങ്ങൾ. ഇപ്പൊ റീസെന്റായി വന്ന താരങ്ങളിൽ ഇതേ പാത പിന്തുടരുന്ന ഒരു നടനാണ് ദുൽഖർ സൽമാൻ. തമിഴിൽ പോയിട്ട് ഓക്കെ കൺമണി, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ പോലുള്ള വിജയങ്ങൾ ചെയ്യുന്നു. തെലുങ്കിൽ പോയിട്ട് സീതാരാമം, ലക്കി ഭാസ്കർ പോലുള്ള വിജയങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മലയാള സിനിമാ താരങ്ങളിൽ അന്യഭാഷകളിൽ പോയി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന താരമാണ് ദുൽഖർ സൽമാൻ. നമ്മുടെ മലയാള താരങ്ങൾ അന്യഭാഷയിൽ പോയി ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 97 റിലീസായിട്ടുള്ള ഇരുവറിലെ മോഹൻലാലിന്റെ പെർഫോമൻസും 2000 റിലീസായിട്ടുള്ള ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കരിയറിലെ ഏറ്റവും മികച്ച ഒരു 5 പെർഫോമൻസ് എടുത്താൽ ഈ ചിത്രങ്ങളിലെ പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. If any of you feel that I am not qualified to teach you and would like to leave, feel happy to do so now. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ താരങ്ങൾ അന്യഭാഷകളിൽ നായകനായിട്ട് പോയിട്ട് ചെയ്തിട്ടുള്ളതിലെ പ്രധാന നേട്ടങ്ങൾ. അപ്പൊ ഇതല്ലാതെ നമ്മുടെ മലയാളത്തിലെ താരങ്ങൾ അന്യഭാഷയിലെ ഒരു സൂപ്പർ താരത്തിന്റെ കൂടെ പോയി അഭിനയിച്ചതിലെ ഏറ്റവും മികച്ചതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് വേഷങ്ങളെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ലിസ്റ്റിൽ ഒന്നാമത് 1991 റിലീസായി മണിരത്ന സംവിധാനം ചെയ്ത ദളപതി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി ചേർന്ന് ഒരു മൾട്ടി സ്റ്റാർ ലേബലിൽ റിലീസായ ചിത്രത്തിൽ ഈ രജനീകാന്തിനൊപ്പം നിൽക്കുന്ന പ്രധാന വേഷം തന്നെയായിരുന്നു മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ ലഭിച്ചത്. കോമ്പിനേഷൻ സീനുകളിലൊക്കെ രജനീകാന്തിനെ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിൽ മമ്മൂക്ക കാഴ്ചവെച്ചത്. കർണൻ ദുര്യോധനൻ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് വന്ന ഈ സിനിമയിൽ ദേവയായി മമ്മൂക്കയും സൂര്യയായി രജനീകാന്തും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകരായിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യം രജനീകാന്തിന് വേണ്ടിയിട്ടും യേശുദാസും മമ്മൂട്ടിക്ക് വേണ്ടി പാടിയിട്ടുള്ള ഒരു അടിച്ചുപൊളി പാട്ടും ഈ സിനിമയിലുണ്ട്. ലിസ്റ്റിൽ രണ്ടാമത് 2001 റിലീസായി AR മുരുകദാസ് ആദ്യമായി സംവിധാനം ചെയ്ത അജിത് നായകനായ ചിത്രം ദീന. അജിത്തിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഈ ചിത്രത്തിലെത്തിയത്. അജിത്തിനെ തല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ഒരു ചിത്രം മുതലാണ്. നായകനായി ഒരു സൈഡിൽ കൂടി അജിത്ത് തകർക്കുമ്പോൾ ഇപ്പുറം കോമ്പിനേഷൻ സീനുകളിലെല്ലാം അജിത്തിനെ കവച്ചു വെക്കുന്ന പെർഫോമൻസ് ആണ് സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. ദീന കയ്യെത്താ വെട്ടുക, ആദികേശവ കഴുത്ത വെട്ടുക, ഇതേപോലുള്ള ഒരുപാട് പഞ്ച് ഡയലോഗുകൾ കൊണ്ടും ആക്ഷൻ സീൻസ് കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും അജിത്തിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് കൊണ്ടിട്ട് സുരേഷ് ഗോപി ഈ ചിത്രത്തിലുടനീളം കസറി. 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். தீனா கையத்தான் வெட்டுவான், ஆதிகேசவ கழுத்த வெட்டுவான். ഈ സിനിമയിലെ ഇന്റർവെല്ലിൽ പഞ്ച് പോലും സുരേഷ് ഗോപിയാണ് പറഞ്ഞത്. நான் தீனாவை பார்த்திருக்கேன், நீ ஆதிகேசவனை பார்த்திருக்க. தீனா வயசுல ஆதிகேசவனை நீ மறந்திருப்ப. வேட்டியை மடிச்சு கட்டுனா நான் உன்னை விட பெரிய ரவுடிடா. உன்னை வெட்டிட்டு தான் அந்த குடும்பத்தை வெட்டணும்னா உன்னை வெட்டுறதுக்கு நான் தயங்க மாட்டேன். ലിസ്റ്റിൽ മൂന്നാമത് 2000 റിലീസായി KS രവികുമാർ സംവിധാനം ചെയ്ത കമലഹാസൻ ചിത്രം തെനാലി. ഈ സിനിമയിൽ കമലഹാസനൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലാണ് ജയറാം എത്തിയത്. കമലഹാസനൊപ്പം കട്ടക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പൊടിക്കും മുകളിൽ ഡോക്ടർ കൈലേഷായി ഈ സിനിമയിൽ ജയറാം തകർത്തു. മാത്രമല്ല ആ വർഷത്തെ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡിലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡും ജയറാം ഈ പടത്തിലൂടെ നേടി. 2022 ലോകേഷ് കനകരാജ് കമലഹാസനെ നായകനാക്കി റിലീസായ വിക്രമാണ്. ഈ ചിത്രത്തിൽ കമലഹാസനൊപ്പം നല്ല പ്രാധാന്യമുള്ള വേഷത്തിലാണ് ഫഹദ് ഫാസിൽ എത്തിയത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കമലഹാസനേക്കാൾ സ്ക്രീൻ സ്പേസ് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിനായിരുന്നു. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരു ക്ലാസ് ക്യാരക്ടറായിട്ട് എല്ലാവരും പറയപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ചിത്രത്തിൽ അമറായി എത്തിയ ഫഹദ് കാഴ്ചവെച്ചത്. ലിസ്റ്റിൽ അഞ്ചാമതുള്ളത് 2023 പ്രശാന്ത് നീല്
പ്രഭാസിനെ നായകനാക്കി ഒരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള സലാറാണ്. ഈ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. വരദരാജ മണ്ണാർ തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയതൊക്കെ മതി, എന്റെ കൺമുമ്പിലുള്ളതെല്ലാം എനിക്ക് വേണം എന്ന പഞ്ച് ഡയലോഗ് അടിച്ച് പ്രഭാസിനൊപ്പം കട്ടക്ക് നിൽക്കുന്ന പെർഫോമൻസ് ആയ വരദരാജ മന്നാരായി പൃഥ്വിരാജ് ചിത്രത്തിൽ നല്ലൊരു വേഷമാണ് അവതരിപ്പിച്ചത്. ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൽ തന്നെ ഒരു മലയാള നടന് കിട്ടിയ ഏറ്റവും മികച്ച വേഷമായിട്ട് തന്നെയാണ് ഇത് തോന്നിയത്. അതും ഇപ്പുറം പ്രഭാസിനെ പോലെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ താരം ഉണ്ടായിട്ടും അദ്ദേഹത്തിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു വേഷം. ക്ലൈമാക്സിലൊക്കെ കട്ടക്ക് ഫൈറ്റ് ചെയ്തിട്ടുള്ള മാസ് സീൻസും ഹീറോയിസും ഒക്കെ ഈ ചിത്രത്തിൽ പൃഥ്വിരാജിനുണ്ടായിരുന്നു. മമ്മൂട്ടി, അജിത്ത്, അബ്ബാസ് തുടങ്ങി ഒരു വമ്പൻ താരനിരയിൽ ഒരുക്കി 2000 റിലീസായ കണ്ടുകൊണ്ടേനാണ് ലിസ്റ്റിൽ 6ാമതുള്ളത്. വമ്പൻ താരനിരയിൽ ഒരുക്കിയ ഈ ഒരു തമിഴ് ചിത്രത്തിൽ ഒരു ഗംഭീര വേഷമാണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ പേരായിട്ട് ഈ സിനിമയിൽ എത്തിയത് സാക്ഷാൽ ഐശ്വര്യ റായു ആണ്. தினமும் நான் சண்டை போடுவேன், வெறுப்பேத்துவேன், கோவப்படுவேன், தலையை பிச்சுக்க வைப்பேன். ஆனாலும் நான் சந்தோஷமா இருப்பேன். காரணம் இன்னைக்கு உள்ளுக்குள்ள இருக்கிற அழகையும் பாக்குற பக்குவம் எனக்கு வந்தாச்சு. இருக்கு. ஆனா எனக்கு நீங்க தான் வேணும். ഉലകനായകൻ കമലഹാസനും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും ആദ്യമായി ഒരുമിച്ച് സ്ക്രീൻ പങ്കിട്ട 2009 റിലീസായ ഉന്നേപ്പോൽ ഒരുവനാണ് ലിസ്റ്റിൽ 7ാമത്. വെനസ്ഡേ എന്നൊരു ബോളിവുഡ് സിനിമയുടെ റീമേക്ക് എത്തിയ ഈ ചിത്രത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരായിട്ടുള്ള കമലഹാസനും മോഹൻലാലും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻസും പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം രജനീകാന്ത് ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 2023 റിലീസായ ജയിലറാണ് ലിസ്റ്റിൽ 8ാമത്. ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട 2 ഗസ്റ്റ് റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഭാഷകളിലെ സൂപ്പർ താരങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു. അതിലൊരു വേഷം ചെയ്യാൻ വേണ്ടി കന്നഡയിൽ നിന്നും കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറാണ് എത്തിയതെങ്കിൽ മറ്റൊരു വേഷം ചെയ്യാൻ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് എത്തിയത്. രജനീകാന്തുമായുള്ള കോമ്പിനേഷൻ സീൻസിലും ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻസിലൊക്കെ മാത്യു ആയിട്ടുള്ള മോഹൻലാലിന്റെ പ്രകടനം ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു. ജൂനിയർ NTRനെ നായകനാക്കി കൊർത്തല ശിവ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ജനത ഗ്യാരേജിലാണ് ലിസ്റ്റിൽ 9ാമത്. ഒരിക്കലും മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യേണ്ട വേഷമല്ലെങ്കിൽ പോലും ആ ടൈമിൽ മോഹൻലാൽ തമിഴിൽ പോയി ചെയ്ത കാപ്പാൻ, ജില്ല പോലുള്ള വേഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ചൊരു വേഷം തന്നെയായിരുന്നു ജനത ഗ്യാരേജിന്. ജൂനിയർ NTRനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ പടമായിട്ട് പോലും മോഹൻലാൽ എന്ന് നടന്നു കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും കൊടുത്തിട്ടുള്ള ഒരു മികച്ച വേഷം തന്നെയായിരുന്നു ജനത ഗ്യാരേജിലുള്ളത്. ഈ ഒരു തെലുങ്ക് സിനിമ കണ്ടിറങ്ങിയ പല പ്രേക്ഷകരും മോഹൻലാലിന്റെ പെർഫോമൻസിനെ പറ്റി വാദോരാതെ സംസാരിക്കുകയുണ്ടായി. ഇതുവരെ ചർച്ച ചെയ്തത് നായക തുല്യ വേഷങ്ങൾ അല്ലെങ്കിൽ നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷങ്ങളാണ്. ഇതല്ലാതെ വില്ലൻ കഥാപാത്രങ്ങളും നമ്മുടെ മലയാള താരങ്ങൾ അന്യഭാഷകളിൽ പോയി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് മികച്ച പ്രകടനങ്ങളുണ്ട്. ഉദയനിധി സ്റ്റാലിനെ നായകനാക്കി മാരി സെൽവരാജ് സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ മാമണ്ണനാണ് ലിസ്റ്റിൽ 10ാമത്. ഈ ചിത്രത്തിലെ നായക കഥാപാത്രം അവതരിപ്പിച്ച ഉദയനിധി സ്റ്റാലിനേക്കാളും ചർച്ച ചെയ്തതും ഒരുപാട് പ്രശംസ കിട്ടിയതും ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്ത ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ആണ്. ട്വിറ്ററിലടക്കം ഒരുപാട് പേരുകൾ ഈ ഒരു പെർഫോമൻസ്, ഈ പടത്തിലെ സീനുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ബൂസ്റ്റ് ചെയ്യണ്ടായി. നായകന്റെ ഒപ്പം നിൽക്കുന്ന വില്ലന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിലും നായകന്റെ പെർഫോമൻസിന് മുകളിൽ പോയി നായകനേക്കാൾ കൂടുതൽ വാഴ്ത്തപ്പെട്ട ഒരു വില്ലൻ പെർഫോമൻസ് ആയിരുന്നു ഈ ചിത്രത്തിൽ ഫഹദിന്റേത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ഫ്രം ഗ്ലാഡ്വേ.